ആറന്മുളയിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമിൽ അമിക്കസ് ക്യൂറിയുടെ പരിശോധന. ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ശബരിമലയിലെ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂം ആറന്മുളയിലാണുള്ളത്. ശശി നാരായണൻ വിവരങ്ങളുമായി. ശശി, ഈ ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസ് ആറന്മുളയിലാണ്. തിരുവാഭരണം ഉൾപ്പെടെയുള്ളത് സൂക്ഷിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഈ സ്ട്രോങ് റൂമിൽ, ഈ പ്രധാനപ്പെട്ട സ്ട്രോങ് റൂമിലാണ് പല കാര്യങ്ങളെക്കുറിച്ചും വാർത്തകൾ വരുമ്പോൾ പറയുന്നത് ഈ സ്ട്രോങ് റൂമിലുണ്ട് എന്നാണ് പറയുന്നത്. ഈ പരിശോധന എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, വളരെ പ്രധാനപ്പെട്ട പരിശോധനയാണ് ആറന്മുളയിൽ സ്ട്രോങ് റൂമിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡ് സ്ട്രോങ് റൂമാണ്. ശബരിമലയുടെ പ്രധാന രേഖകളും അതുപോലെ തന്നെ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള ഈ അമൂല്യങ്ങളായ വസ്തുക്കൾ, അതുപോലെ തന്നെ വഴിപാടായി സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ്. ശബരിമലയിലും സ്ട്രോങ് റൂമുണ്ട്. അവിടെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത് 3 ദിവസമാണ് ശബരിമലയിൽ പരിശോധന നടത്തിയത്. ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യത്തിലാണ് ഈ പരിശോധന, അമിക്കസ് ക്യൂറിയുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ജസ്റ്റിസ് KT ശങ്കറാണ് ഈ വസ്തുവകളെല്ലാം പരിശോധിച്ച് അതിന്റെ രേഖകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഇത് കഴിഞ്ഞ 2-3 ദിവസമായി ശബരിമലയിൽ നടന്ന പരിശോധനയ്ക്ക് ശേഷമാണ്, തുലാമാസ പൂജകൾക്ക് മുന്നാണ് പരിശോധന നടന്നത്. അതിനുശേഷം തുലാമാസ പൂജകൾ വന്നതിന് ശേഷമാണ് പിന്നീട് ഈ ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടന്നത്. എന്തായാലും രാവിലെ തന്നെ ജസ്റ്റിസ് KT ശങ്കറിനും ഒപ്പം തിരുവാഭരണ കമ്മീഷണർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം അടങ്ങുന്ന സംഘമാണ് ആറന്മുളയിലെ ക്ഷേത്രത്തിലെത്തി അവിടെ സ്ട്രോങ് റൂമിലെ പരിശോധനകൾ നടത്തുന്നത്. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് നേരത്തെ ഈ ദേവസ്വം ബോർഡിന്റെ ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് രജിസ്റ്റർ സൂക്ഷിക്കുന്ന കാര്യങ്ങളിലൊക്കെ നേരത്തെയൊക്കെ പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായി നോക്കുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഈ ലഭിച്ച വസ്തുക്കളും ഈ രേഖകളും തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ഈ പരിശോധനയുടെ നോക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെ അത്തരത്തിൽ പരിശോധന ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഏകദേശം 50 വർഷത്തോളം തന്നെയുള്ള രേഖകൾ ഇങ്ങോട്ട് പരിശോധിച്ചാണ് വരുന്നത്. ആ രേഖകളും ഈ വസ്തുക്കളും ഒക്കെ ഉണ്ടോ, അവിടെ ദേവന് ലഭിച്ച വസ്തുവകൾ, അമൂല്യങ്ങളായ സാധനങ്ങൾ, സ്വർണം അടക്കമുള്ള വസ്തുക്കൾ, ഇതെല്ലാം കൃത്യമായി അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് മകസറിനും രജിസ്റ്ററിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുക. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ രേഖകളിൽ സൂക്ഷിക്കാത്തുള്ള സാധനങ്ങൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായുള്ള പരിശോധനയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഈ അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ റിപ്പോർട്ടുകൾ പിന്നീട് കോടതിക്ക് സമർപ്പിക്കുക. എന്തായാലും സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിശോധന തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അത് വരും 2-3 ദിവസം സമയമെടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ സ്ട്രോങ് റൂമാണ്. ഇത്രയും നാളത്തെ രേഖകൾ പരിശോധിക്കണം, അതെല്ലാം വസ്തുവകളെല്ലാം തിട്ടപ്പെടുത്തണം, ഇതെല്ലാം ഉണ്ടാവണം. അതുകൊണ്ട് സമയമെടുക്കും. എന്തായാലും ശബരിമലയിലെ പരിശോധന 3 ദിവസത്തെ പരിശോധനയാണ് നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഈ വസ്തുവകൾ, ശബരിമലയിൽ കിട്ടിയിട്ടുള്ള വസ്തുവകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പരിശോധന നടത്തുന്നത്. ശ്രീജ, ശശി, ഈ ശബരിമലയിലെ ദേവസ്വത്തിന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടല്ലോ, ഇടയ്ക്ക് ഈ വസ്തുവകകൾ, അയ്യപ്പൻ്റെ വസ്തുവകകൾ തിട്ടപ്പെടുത്തണമെന്നും അല്ലെങ്കിൽ കൃത്യമായി തന്നെ രേഖ സൂക്ഷിക്കണമെന്നും ഇടയ്ക്കിടെ പരിശോധന നടത്തണമെന്നും ഒക്കെ ദേവസ്വം മാനുവലിൽ പറയുന്നുണ്ടല്ലോ. ഈ സ്ട്രോങ് റൂമിൽ ഇതിനു മുൻപ് ഇങ്ങനെ ഒരു പരിശോധന ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 2019 ശേഷമുള്ള സംഭവങ്ങൾക്കപ്പുറത്തേക്കൊരു വിശദമായ പരിശോധന, മുൻകാലങ്ങളിലേക്കുള്ള പരിശോധന അടക്കം ഈ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അമിക്കസ് ക്യൂറി നടത്തുമോ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പരിശോധന. കാരണം ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്തലുകളെ തുടർന്നാണ് ഈ അയ്യപ്പന് ലഭിച്ചിട്ടുള്ള വസ്തുവകൾ എന്താണ് അത് കൃത്യമായി അളന്ന് അതിന്റെ രേഖകൾ പരിശോധിക്കുക. ഇനിയും ഇത്തരം വസ്തുക്കൾ ഈ ഉദ്യോഗസ്ഥർ തന്നെ എന്തെങ്കിലും അഴിവ് നടത്തി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് ഈ രേഖകളിലൂടെ വ്യക്തമാകേണ്ടത്. അതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പരിശോധന നടത്താതെ ഇത്തരത്തിലുള്ള അലംഭാവങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ ഒരുമായി സ്വർണ്ണപ്പാളി ചെമ്പപാളിയാണെന്ന് രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്താണ് അന്വേഷണം നടക്കുന്നതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും പോരായ്മകൾ, വീഴ്ചകൾ ഈ രേഖകളിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. അത് ഓരോ വസ്തുക്കളും അത് ഏതൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്, അത് സ്വർണ്ണമുണ്ട്, രത്നങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ഭക്തർ സമർപ്പിച്ച അമൂല്യങ്ങളായ വസ്തുക്കളുണ്ട്. ഇതെല്ലാം അതിന്റെ രജിസ്റ്ററി കാണണം, മകസറി കാണണം. പ്രത്യേകിച്ച് ദേവസ്വം മാനുവലിനനുസരിച്ച് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അത്ര ഒരു പരിശോധനയാണ്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. വരും ദിവസങ്ങൾ ഇന്നും നാളെയും പരിശോധനകൾ തുടരും. പരിശോധന തുടർന്നതിന് ശേഷമായിരിക്കും ഇതിന്റെ പൂർണ്ണമായ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുക. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ദേവസ്വം കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർ, പിന്നീട് അതുകൂടാതെ മറ്റ് ജസ്റ്റിസ് KT ശങ്കർ അടക്കമുള്ള ഉദ്യോഗസ്ഥരും അവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്.
ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിശോധന നടക്കുന്നത്. രേഖകളിൽ കൃത്രിമമുണ്ടെങ്കിൽ അത് കൃത്യമായും അത് പിടിക്കപ്പെടും, അത് പിന്നീട് നടപടിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇത് ഉദ്യോഗസ്ഥർ ഈ രേഖകൾ കാണിക്കാതെ മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഈ പരിശോധനയോടെ വ്യക്തമാകും. അതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ശ്രീജ. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ, ശബരിമല ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിൽ ഇപ്പോൾ അമിക്കസ് ക്യൂറിയുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുകയാണ്. വളരെ വിശദമായൊരു പരിശോധന തന്നെ നടക്കും. 2 or 3 ദിവസം ഒരുപക്ഷേ ഈ പരിശോധന നീണ്ടേക്കാമെന്നാണ് മനസ്സിലാക്കുന്നത്.